നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി യു.പിയിൽ ഒരു ഉത്തരവിറക്കുകയുണ്ടായി. ആ ഉത്തരവിൻ്റെ ഫലം ഇങ്ങനെയാണ്. അതായത് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്, ഒരാളെ കുറ്റം ഒരു പ്രതിയെ ഏതെങ്കിലും ഒരു കേസിൽ ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടുകൾക്ക് നേരെ നടക്കുന്ന, അതായത് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബുൾഡോസർ രാജ് അന്യായമാണ്. അയാൾ പ്രതിയാണോ ഇല്ലയോ എന്നുള്ളത് കോടതി വിചാരണ കഴിഞ്ഞ് കോടതിയാണ് തീരുമാനിക്കുന്നത് ഒരാൾ പ്രതിയാണോ എന്ന്. അതാണ് കോടതി വ്യവസ്ഥ, അങ്ങനെയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ മുന്നേ തന്നെ അദ്ദേഹം എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്രേരണയിൽ അദ്ദേഹം ബുൾഡോസറുമായി ചെല്ലുന്നു. പ്രതിയാക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിയാണ് എന്ന് പറയപ്പെടുന്ന ഒരാളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നു, ഷോപ്പുകൾ ഇടിച്ചു നിരത്തുന്നു. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ എപ്പോഴും ഒരു വർഗീയത കൊണ്ടുവരാൻ യോഗി ആദിത്യനാഥ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി അതിന് സമാനമായ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തമിഴ്നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്റ്റാലിനെ പോലെ ശക്തനായ ഒരു ഭരണാധികാരി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. നമുക്കറിയാം, ആ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഒരു വളരെ മോശപ്പെട്ട ഒരു സംഭവം നടക്കുന്നത്. ജൂലൈ മാസം 5-ന് ആംസ്ട്രോങ് എന്ന് പറയുന്ന ആംസ്ട്രോങ് എന്ന് പറയുന്ന BSPയുടെ ഒരു നേതാവ് കൊല ചെയ്യപ്പെട്ടിരുന്നു. അതായത് 6 പേര് ചേർന്ന് അദ്ദേഹത്തെ കൊല ചെയ്യുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹത്തിന് പണിയടക്കുന്ന ഒരു വീടിൻ്റെ ഭാഗത്ത് സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരു ഡെലിവറി ബോയ്സ്, ഫുഡ് ഡെലിവറി ചെയ്യുന്ന പയ്യന്മാരെന്നുള്ള നിലയിൽ ഒരു 6 പേര് 3 ബൈക്കിലായിട്ട് അവിടെ എത്തുന്നു. കയ്യിൽ കരുതിയിരുന്ന വാളും വെട്ടുകത്തിയൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തെ മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുന്നു. ആ ഗുരുതരമായ പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം പക്ഷേ ജീവിച്ചില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ അതിൽ കുറേ പ്രതികളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 പേരെ ഇപ്പോൾ സ്ഥലത്തില്ല. അതായത് തിരുവെങ്കിടം എന്ന് പറയുന്ന ഒരാളെ കഴിഞ്ഞ ആഴ്ച വെടിവെച്ചു കൊന്നു. അതോടൊപ്പം തന്നെ കായത്തോപ്പ് ബാലാജി എന്ന് പറയുന്ന ഒരാളെ വെടിവെച്ചു കൊന്നിരിക്കുന്നു. ഇപ്പോൾ പുതിയതായി ഒരാളും കൂടി കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ കടപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പിടിയിലാവുകയുണ്ടായി. അദ്ദേഹം CC രാജു എന്ന് വിളിക്കുന്ന ഒരു ആളിനെയും കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് അട്രോസിറ്റീസ് എന്ന് കേരളത്തിലായിരുന്നെങ്കിൽ ഇതിനെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് തോന്നിയ പോലെ പെരുമാറുന്നോ എന്നൊക്കെ പറയാം. അതായത് അരുൺ IPS എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നൈയുടെ കമ്മീഷണറായി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, അതായത് എൻകൗണ്ടർ കില്ലിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത്. അദ്ദേഹം എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ എപ്പോഴും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അറിയണം. ഒരു പ്രൊഫഷണൽ പോലീസിങ് സേനയിൽ നടപ്പിലാക്കണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാടിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൗഡിസം എന്ന് പറയുന്ന, അതായത് നമുക്കറിയാം ഈ കട്ട പഞ്ചായത്ത് എന്ന് പറയുന്ന സംഭവങ്ങൾ അവിടെയുണ്ട്. അവർ തന്നെ തീരുമാനിക്കുകയാണ് അയാളെ എന്ത് ചെയ്യണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ റൗഡികൾ, ഗുണ്ടകൾ വിളയാടിക്കൊണ്ടിരിക്കുന്നു. അവർ തോന്നിയ പോലെ പെരുമാറുക. നമുക്കറിയാം, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒരു ചോദ്യവും പറച്ചിലോ ഒന്നും ഇല്ലാത്ത കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന ചില സീക്വൻസ്, ചില മസാല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറെക്കുറെ അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഈ നടപടികളൊക്കെ നടന്നു വരുന്നത്. ഈ ആരുദ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗോൾഡിൻ്റെ കേസ് ഉണ്ടായിരുന്നു. ഏകദേശം 2500 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനെ ഈ നിക്ഷേപകരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അനുകൂലിച്ചുകൊണ്ട് നിന്ന ഒരാളാണ് ഈ BSന്റെ അല്ലെങ്കിൽ നമ്മുടെ ആംസ്ട്രോങ് എന്ന് പറയുന്ന BSP നേതാവ്. അപ്പം അദ്ദേഹം ഈ നിക്ഷേപകർക്ക് വേണ്ടി നിലകൊണ്ടുക 2500 കോടി രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പം എന്നാൽ അതേസമയം ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് പറയുന്നു. അതായത് ഈ ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്താനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഒരാളാണ് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന CC രാജു എന്ന് പറയുന്ന രാജു എന്ന് പറയുന്ന ഒരാൾ. ഇദ്ദേഹം സത്യത്തിൽ ഇദ്ദേഹത്തിനെതിരെ 5 കൊലപാതക കേസുകളാണ് നിലവിലുള്ളത്. ഈ 5 കൊലപാതക കേസ് ഉൾപ്പെടെ 33 കേസുകളിലെ പ്രതിയാണ്. ഈ തിരുവെങ്കിടാചലം എന്ന് പറയുന്ന ആളിനെതിരെ 50-ലധികം കേസുകളുണ്ട്. ഈ പറയുന്ന രായത്തുബ് ബാലാജി എന്ന് പറയുന്ന ആളിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇതോടൊപ്പം ആർക്കോട് സുരേഷ് എന്ന് പറയുന്ന ഒരാളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുരേഷിൻ്റെ ഭാര്യയായ പോർക്കൊടി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, പിടിയിലാണ്. അപ്പം ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഇതിനകത്ത് കാര്യക്ഷമമായി ഇടപെട്ടു. അതായത് ഈ
എ അരുൺ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ ഈ കമ്മീഷണറായി വരുന്നതിന് മുൻപ് നടന്ന കൊലപാതകങ്ങളാണ്. മുൻപ് നടന്ന കൊലയായിരുന്നു ഈ പറഞ്ഞ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന്റെ അന്വേഷണത്തിന് അദ്ദേഹം മുൻകൈ എടുക്കുകയും തുടർന്ന് എൻകൗണ്ടർ കില്ലിംഗ് എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം കൊണ്ടുവരികയും ചെയ്തു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വെച്ചു, ഒരാൾ പ്രതിയാക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ രാജു എന്ന് പറയുന്നത് നേരത്തെ ഇദ്ദേഹത്തിന് CC രാജു എന്നുള്ള പേരുണ്ട്. കാര്യം ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കേ താമ്പരത്ത് ആണ് ഇദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഈ ജോലിയൊക്കെ ഈ പറയുന്ന ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു. ആ ജോലി എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ ബാങ്കിൽ അവർ വാഹനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വാഹന വായ്പകൾ കൊടുക്കും. അപ്പോൾ ഈ വാഹന വായ്പകളുടെ തിരിച്ചടവ് സ്വാഭാവികമായിട്ടും വൈകും. ചിലരൊക്കെ അതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവിടെ ചെല്ലുക, അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് കൊണ്ടുവരിക, അതിന് CC ചെയ്യുക എന്നാണല്ലോ നമ്മൾ പൊതുവിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ വാഹനങ്ങൾ CC ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളാണ് ഈ പറയുന്ന CC രാജു. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഈ പേര് വീണത്, ഇങ്ങനെ CC ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ജോലിയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പല കൂട്ടുകെട്ടുകളിലേക്ക്, സാമൂഹ്യ വിരുദ്ധ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ അദ്ദേഹം എടുത്ത് ചാടുകയുണ്ടായി. അപ്പോൾ അതിനിടയിലാണ് പുള്ളി ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് വന്ന് ചാടിയത്. അങ്ങനെ ഇദ്ദേഹത്തെ ആന്ധ്രാപ്രദേശിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അപ്പം അവിടെ ഇവർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് ഇദ്ദേഹം പോലീസിനോട് അമിതമായി അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അവിടുത്തെ SIയെ വെടിവെക്കാൻ വേണ്ടി തോക്ക് അദ്ദേഹം എടുത്തപ്പോഴാണ് ഈ രീതിയിൽ 2 തവണ ഈ രാജുവിനെതിരെ വെടിവെപ്പുണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തെ വയറ്റിലും നെഞ്ചിലും ഒക്കെ ആയിട്ടാണ് വെടിയേറ്റത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ എന്നാൽ അതേസമയം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ വിവാദപരമായ വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുകയാണ്. കാര്യം ഈ രാജു വളരെ ഏറെക്കാലമായി മുൻപ് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ പരിപാടികളൊക്കെ ചെയ്തിരുന്നു. എങ്കിൽ പോലും വളരെ കാലമായി അദ്ദേഹം ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങളിലോ അക്രമ സംഭവങ്ങളിലോ ഒന്നും ഇടപെടാറില്ല. അതുകൊണ്ട് ഈ പോലീസ് തീർത്തും കെട്ടിച്ചമയ്ക്കുകയായിരുന്നു. അദ്ദേഹം നിരപരാധിയാണ് എന്നൊക്കെയുള്ള ഒരു വാദവുമായി ഈ രാജുവിൻ്റെ ഭാര്യ രംഗത്ത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പോലീസ് ഇദ്ദേഹം കുറ്റവാളിയാണെന്നോ കൃത്യമായൊരു അന്വേഷണം ഇതിനകത്ത് നടക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലീസുകാർ തന്നിഷ്ടപ്രകാരം ചെയ്യുന്നതാണ് എന്നുള്ളൊരു കുറ്റപ്പെടുത്തലുമായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെ ആയിരുന്നാലും ഈ രീതിയിൽ ഒരാൾ പ്രതിയാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഏറ്റുമുട്ടൽ കൊലപാതകം എന്നുള്ള നിലയിൽ നമുക്കറിയാം പലപ്പോഴും ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ സജീവ ചർച്ചയായി മാറാറുണ്ട്. അപ്പം ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തിൻ്റെ പിൻബലത്തിലാണ്, ഏത് രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിലാണോ ഇത്തരത്തിൽ അതായത് ഇപ്പോൾ നിലവിലുള്ള സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസ് നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയുള്ള ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടത്തി വരുന്നത്? ഏകദേശം 3 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയമായി തന്നെ തമിഴ്നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്റ്റാലിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഈ രീതിയിൽ ഒരു പോലീസിങ്ങിലൂടെ, കാര്യം നമുക്കിപ്പോൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം കേരളത്തിലെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നത് മൊത്തം പോലീസാണ്. പോലീസിൽ ഇങ്ങനെ ചില നയങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ചകളിലൂടെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഈ നിലവിലുള്ള സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനും സർക്കാരിൻ്റെ ചില തീരുമാനങ്ങൾ ഞങ്ങൾ പോലീസുകാർ നടപ്പിലാക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സമീപനം ഉണ്ടാക്കി വെച്ചതാണോ എന്നുള്ളതിനെക്കുറിച്ചും ശക്തമായ ചർച്ചകളാണ് നടന്നു വരുന്നത്. എന്തു തന്നെ ആയിരുന്നാലും പോലീസിനെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അരുൺ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ എൻ്റെ കമ്മീഷണറായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. റൗഡികളുമായി അദ്ദേഹം നിരന്തരമായി സംവദിക്കുകയും അവരുടെ ഭാഷയിൽ സംവദിക്കുകയും ഈ പറയുന്ന ഒരു റൗഡികളില്ലാത്ത, ഈ ഗുണ്ടകളില്ലാത്ത ഒരു പ്രദേശമാക്കി തമിഴ്നാടിനെ അല്ലെങ്കിൽ ചെന്നൈയെ മാറ്റുകയും ചെയ്യുമെന്നൊക്കെ അദ്ദേഹം വലിയതായി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ കൊലപാതകങ്ങൾ എന്നും അറിയില്ല. എന്തു തന്നെ ആയിരുന്നാലും ഇതിനിപ്പോൾ തമിഴ്നാട്ടിലൊരു വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.